നമസ്തേ. ഓം ശ്രീമാത്രേ നമ. നാളെ 24/9/2024 27 നക്ഷത്രക്കാർക്കും എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. കൊല്ലവർഷം 1200 ആണ്ട് കന്നിമാസം 8-ാം തീയതി ചൊവ്വാഴ്ച മകയിരം നക്ഷത്രം. രാവിലെ ഒക്കെ നമ്മൾ മകയിര നക്ഷത്രം ആദ്യപാദിയും ഇടവൻ രാശിയിലും പിന്നീട് ചന്ദ്രൻ മിഥുനൻ രാശിയിലുമായിട്ടാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും മിഥുനൻ രാശിയിലുമായിട്ടാണ് വരുന്നത്. കൃഷ്ണപക്ഷത്തിലാണ്, സപ്തമിയിലാണ്. ഉദയം 6:17 AM തന്നെയാണ്. അസ്തമനം 6:16 PM. ചന്ദ്രോദയം ഇത്തോണെ 11:57 PM. രാഹുകാലം 3:16 മുതൽ 4:46 PM. ചൊവ്വാഴ്ചകളിൽ രാഹുകാല നാരങ്ങാ ദീപമൊക്കെ തെളിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ആ ക്ഷേത്രത്തിൽ 3:16 മുതൽ 4:46 വരെ നമുക്ക് നാരങ്ങാ ദീപം തെളിക്കാം. അതുപോലെ തന്നെ ഗുളിക കാലത്ത് 12:16 മുതൽ 1:46 വരെയുള്ള സമയം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ആ സമയം നമ്മൾ അധികവും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മുടെ വീട്ടിലെ നിത്യകാര്യങ്ങളൊക്കെ ചെയ്യാൻ, ശുഭകാര്യങ്ങൾ വർജിക്കണമെന്ന് മാത്രം. യമകണ്ഠ കാലത്തും അതുപോലെ തന്നെ 9:17 AM മുതൽ 10:46 PM വരെയുള്ള 10:46 AM വരെയുള്ള സമയവും യമകണ്ഠകാലമായതിനാൽ ആ സമയത്തും ശുഭകാര്യങ്ങൾ വർജിക്കണമെന്ന് പറയുന്നു. രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലമൊക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് വർജിക്കേണ്ട സമയമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3 സമയവും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച നമ്മളുടെ എല്ലാവരുടെയും ദൃഷ്ടിപ്രകാരം 3 മണി മുതൽ 4:30 വരെയാണ് രാഹുകാലം പതിവ്. എന്നാൽ ഉദയം നേരത്തെ ആയതുകൊണ്ട് 6:17 6 മണി കഴിഞ്ഞിട്ട് 17 മിനിറ്റ് കഴിഞ്ഞിട്ടായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് മാറ്റം വരും. കാരണം 6:17 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 3:16 മുതൽ 4:46 വരെയാവും രാഹുകാലം. അപ്പം 4:30 വരെ എന്നുള്ളത് 4:46 വരെ നീണ്ടുപോകും. അതൊന്ന് ശ്രദ്ധിക്കണം, അത്രമാത്രം. പിന്നെ അഭിജിത്ത് മുഹൂർത്തം. ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല എങ്കിലും ഭഗവതി ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതൊക്കെ ചൊവ്വാഴ്ച ചെയ്യാറുണ്ട്. അപ്പോൾ ചോറൂണിനൊക്കെ പറ്റിയ സമയം 11:52 മുതൽ 12:14 വരെയുള്ള സമയം. അതുപോലെ പുളികുടിയൊക്കെ നടത്തുന്നതൊക്കെ 12:18 മുതൽ 12:40 വരെയുള്ള ശുഭകാര്യങ്ങൾ. ഇപ്പം നമ്മൾ അമ്മയ്ക്ക് സേവ നടത്തുന്നവർ, ഭദ്രകാളി സേവയൊക്കെ നടത്തുന്നവർ അമ്മയ്ക്ക് ഉച്ചപൂജ പോലെ ഉച്ച സമയത്ത് ദീപം തെളിച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നവർക്ക് ഈ സമയം നല്ലതാണ്. അഭിജിത്ത് മുഹൂർത്തം എല്ലാത്തിനും നല്ലതാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്ര അഷ്ടമമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിച്ച് ആ അനുഗ്രഹം വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾക്ക് അറിയേണ്ടത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടൻ രാശിയുടെ 2-ാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നുണ്ട്. പൊതുവെ ശുഭമായ കാര്യങ്ങളാണ്. എന്നാൽ തന്നെ 3-ാം ഭാവത്തിൽ ചൊവ്വയും രാശിയാധിപൻ 3-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ ഉച്ച തിരിയുമ്പോഴേക്കും ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് വരുന്നത് കൊണ്ട് ദുർഗയുടെയും ഭദ്രയുടെയും അനുഗ്രഹം ഒരുപോലെ കിട്ടും. പൊതുവെ മോശമല്ലാത്ത സമയമാണ്. അപ്പം പിന്നെ ബുധൻ ഏറ്റവും പ്രധാനം ബുധൻ രാശിയിലേക്ക്, അതായത് സ്വന്തം ക്ഷേത്രത്തിലേക്ക് മാറുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ 6-ലേക്ക് മാറുന്നു. 6-ൽ സൂര്യനും കേതുവുമുണ്ട്. അതിൻ്റെ കൂടെ ബുധൻ കൂടി വരുമ്പോൾ കുറച്ച് ബുധന് മൗഢ്യമുണ്ടെങ്കിൽ പോലും ഉച്ചസ്ഥനായിട്ടാണ് കന്നിരാശിയിൽ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ബുധൻ്റെ അനുഗ്രഹം ഉണ്ടാകും. 7-ാം ഭാവത്തെ ശുക്രൻ വളരെ അനുഗ്രഹത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന്, നേർവഴിക്ക് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവാനായിട്ട് ഈ മേടൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. 9-ാം ഭാവത്തിൽ 8-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 9-ൽ ഗുളികൻ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. 11-ൽ ശനിയും 12-ൽ സർപ്പവും നിൽക്കുന്നത് കൊണ്ട് ധനലാഭം
അനുഭവം ഉണ്ടാവാമെങ്കിലും അത് അടുത്ത് വന്നിട്ട് ഒരു നമ്പറിനൊക്കെ ലോട്ടറിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം. തരാമെന്ന് പറയുന്ന പൈസ അടുത്ത് വരെ എത്തിയിട്ട് ഒരാഴ്ചയും കൂടെ താമസം വരുമെന്നൊക്കെ പറയും. അതുകൊണ്ട് ദുർഗാദേവിയെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കൂ. രാശിനാഥനായ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥനായ ശുക്രൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഒരിക്കൽ വന്ന മാറ്റം അനുകൂലമാണ്. വ്യാഴൻ രാശിയിൽ തന്നെയുണ്ട്. ചന്ദ്രൻ ഉച്ചവരെ രാശിയിൽ തന്നെ നിൽക്കുന്നത് കുറച്ച് ശുഭമായ കാര്യങ്ങൾ തന്നെ നൽകും. പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും 10-ലെ ശനിക്ക് വേണ്ടിയിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുന്നതൊക്കെ നന്നായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ധനം വന്നു ചേരാനോ ഔദ്യോഗിക രംഗത്ത് ഒരു അംഗീകാരമോ പ്രോത്സാഹനമോ കിട്ടാനുള്ള ഒരു വഴി ഉണ്ടാകും. തീർച്ചയായിട്ടും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം 5-ാം ഭാവത്തിലേക്ക് കേതു നിൽക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്ക് അല്പം മാനസികമായിട്ട് ആ സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം. അത് ഒഴിവാക്കുന്നതിന് ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുന്നത് നന്നായിരിക്കും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിയിൽ തന്നെ ചന്ദ്രനും ചൊവ്വയും ഉച്ചതിരിഞ്ഞ് വരും. അതുകൊണ്ട് കുറച്ച് പഴയതിൽ നിന്നും കുറച്ച് ഒരു ധൈര്യവും, കാരണം രാശിനാഥനായ ബുധൻ 4-ാം ഭാവത്തിലേക്ക് വരുന്നു. സൂര്യനോടൊപ്പമാണെങ്കിൽ പോലും അല്പം മൗഢ്യമുണ്ട്. പക്ഷേ രാശിനാഥൻ്റെ ഉച്ച അവസ്ഥ, അതായത് ഉച്ച അവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ട് ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിക്കാനോ, കുറേ കാലമായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കുറേശ്ശെ മാറിക്കിട്ടുവാനായിട്ട് തുടങ്ങും. ഒരു തെളിമ വരുന്ന സമയമായിട്ട് തോന്നും. എന്തായാലും 24/9/2024 മിഥുനൻ രാശി സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥനായ ചന്ദ്രൻ 12-ലേക്ക് വരുന്നത് കുറച്ച് ടെൻഷനൊക്കെ വരുത്തുകയാണ്. ഉച്ച കഴിയുമ്പോൾ കുറച്ച് വിഷമം വരും. പിന്നെ 2-ാം ഭാവത്തിൽ നിന്നിരുന്ന ബുധൻ 3-ലേക്ക് വന്നപ്പോഴും കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരുമെങ്കിൽ പോലും വ്യാഴം 11-ൽ നിൽക്കുന്നു എന്നുള്ളൊരു സന്തോഷം ഒഴിച്ചാൽ കുറച്ച് അകാരണമായി എന്തെങ്കിലും ഒരു മനപ്രയാസമുണ്ടാവാനുള്ള എന്തെങ്കിലും ഒരു കാര്യം വരും. എന്തെങ്കിലും കൈമോശം വരുവാനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ ദുർഗാദേവിയെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 11-ാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളത് കുറച്ച് ആശ്വാസം തന്നെയാണ്. എങ്കിൽ പോലും 2-ാം ഭാവത്തിൽ ബുധൻ വന്നത് കുറച്ച് നല്ല ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികം വന്നു ചേരാൻ, പിന്നെ വ്യാഴം 10-ൽ നിൽക്കുന്നുണ്ട്, കർമ്മരംഗത്ത് ശോഭിക്കുവാനൊക്കെ സാധിക്കും. ചന്ദ്രൻ്റെ 11-ാം ഭാവവും. അപ്പോൾ അപ്രതീക്ഷിത ധനഭാഗ്യത്തിന് ചിങ്ങൻ രാശിക്കാർക്ക് അവസരം ലഭിക്കുന്നതാണ്. വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരും. പിന്നീട് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥൻ ഉച്ചസ്ഥനായി സ്വന്തം രാശിയിൽ വരുന്നു. സൂര്യനോടൊപ്പം തന്നെയാണെങ്കിൽ പോലും ഒരു തലയെടുപ്പുള്ളൊരു കാര്യമാണ്. രാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചില തടസ്സങ്ങളൊക്കെ വരും. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഗുണഫലങ്ങൾ ഇരട്ടിക്കും. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയോ ഏത്തമിടുകയൊക്കെ ചെയ്യുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ പൂർണ്ണഫലം അനുഭവയോഗ്യമാവും. അവർക്കും എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 8-ാം ഭാവത്തിൽ പിന്നീട് 9-ാം ഭാവത്തിലേക്ക് വരുമെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട്, ചന്ദ്രാഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് വൈകുന്നേരം ഒരു 4 മണി വരെ ആയിട്ടുള്ള ഒരു സമയമൊക്കെ ടെൻഷൻ അനുഭവിച്ചേക്ക് വരും. എന്തെങ്കിലും കുറ്റങ്ങൾ, കാരണം താൻ ചെയ്തതോ ചെയ്യാത്തതോ ആയ അമ്മയും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മാതൃതുല്യരായവരിൽ നിന്നും എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. വീഴ്ചയോ ക്ഷതങ്ങളോ വരാനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായും അമ്മയെ പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതും നന്നായിരിക്കും. നെയ്വിളക്ക് വെച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
പൊതുവെ ഒരു നല്ല സമയമാണ്. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയാൽ അതൊക്കെ വിജയത്തിൽ എത്തിച്ചേരും. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലും കിട്ടുവാനുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്നതായി കണ്ടേക്കാം. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർഗസ്ഥാനത്തിലേക്ക് ദുർഗാദേവി വരുന്നു. ഉച്ചവരെ സമയം വളരെ മോശമാണെങ്കിലും ഉച്ച തിരിയുമ്പോൾ ഒരാശ്വാസത്തിൻ്റെ കിരണങ്ങളൊക്കെ വരും. അമ്മയുടെ അനുഗ്രഹമുണ്ടാവും. അതുവരെ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുക, അതുപോലെ തന്നെ വീഴ്ചകളോ ക്ഷതങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മരുന്ന് മാറിക്കഴിക്കാനോ അതുവഴി തലവേദനയോ അസ്വാസ്ഥ്യങ്ങളോ മനം പുരട്ടലോ ഛർദിയോ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായും റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദുർഗാദേവി 5ാം ഭാവത്തിൽ നിന്നും 6ാം ഭാവത്തിലേക്ക് വരുന്ന സമയം അല്പം ടെൻഷനൊക്കെ വരുമെങ്കിൽ പോലും 5ൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ 6ൽ ഭദ്ര നിൽക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമൊക്കെ ഇവർക്കുണ്ടാവും. എന്തെങ്കിലും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിനൊക്കെയുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾ എന്തെങ്കിലും എഴുതാനുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതായൊക്കെ കാണാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഒരു പ്രത്യേക നിർണായക ദിവസം തന്നെയായിട്ടിരിക്കാം. 2ലെ സർപ്പം പുതിയ ത്വക്ക് രോഗങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ വരാം. കാരണം ചെറിയ ഞൊണലുകളോ മുറിവുകളോ ക്ഷതങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല ഉണ്ടായിരുന്നത് ചെറിയ പാടുകളൊക്കെ വേദന വരുന്നത് പോലെയൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. നഖത്തിന് കുഴിനഖം കുത്തുകയോ അങ്ങനെയൊക്കെ ചില അസ്വാസ്ഥ്യങ്ങൾ ചിലർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഇവർ നാഗദേവതകൾക്ക് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് നന്നായിരിക്കും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിൽ കേതുവും 3ാമിടത്ത് ചന്ദ്രനുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രൻ 4ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും അനുകൂലമായി എന്തെങ്കിലും ഒരു കുട്ടികളിൽ നിന്നൊക്കെ എന്തെങ്കിലും നല്ല മാർക്ക് കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ 1ാം സ്ഥാനം ലഭിച്ചെന്നോ എന്തെങ്കിലും ശുഭമായ വർത്തമാനങ്ങൾ ഇവർക്ക് മനസ്സിന് വിഷമം ഉണ്ടായിരുന്ന ആ അവസ്ഥ മാറുന്നതിന് എന്തെങ്കിലും ഒരു ശുഭവാർത്ത കേൾക്കുവാൻ ഇടയാകും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി സമാധാനം വന്നു ചേരുവാനുള്ള ഒരു വഴിയും വന്നു ചേരുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ 27 നക്ഷത്രക്കാർക്കും അതായത് 12 രാശിക്കാർക്കും 2024 സെപ്റ്റംബർ 24-ാം തീയതി ഏറ്റവും ശുഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.